വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 49 മുതൽ 51 വരെയുള്ള സൂക്തങ്ങൾ. ഫറോവ കോപിഷ്ഠനായിക്കൊണ്ട് ആഭിചാര സംഘത്തോട് ചോദിച്ചു, ഞാൻ അനുമതി നൽകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയാണോ? തീർച്ചയായും അവൻ നിങ്ങളെ, അതായത് മൂസ നിങ്ങളെ ഈ ജാലവിദ്യ പഠിപ്പിച്ച വലിയ ഗുരു തന്നെയാണ്. ഇതിൻ്റെ പരിണിതഫലം നിങ്ങൾ ഉടൻ തന്നെ അറിയും. നിങ്ങളുടെ കൈകാലുകൾ എതിർദിശയിൽ ഛേദിക്കുകയും നിങ്ങളെയൊക്കെ കുരിശിൽ തറച്ചു കൊല്ലുകയും ചെയ്യും. ദൈവവിശ്വാസികളായി മാറിയ ആ സംഘം പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവായ ദൈവത്തിലേക്ക് മടങ്ങാനുള്ളവർ തന്നെയാണല്ലോ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളുടെ നാഥൻ പുറത്തു തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ ആദ്യം തന്നെ വിശ്വസ്തരുമാണല്ലോ. മൂസ അവതരിപ്പിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ച ആഭിചാരക സംഘത്തെ ഫറോവ ഭീഷണിപ്പെടുത്തുകയാണ്. കാരണം ആ നാട്ടിൽ വിശ്വാസാന്തരമില്ല. ഫറോവയെ ദൈവമായി കണ്ട് പൂജിക്കുകയും വണങ്ങുകയും ഫറോവയുടെ നിയമങ്ങൾക്കും തിട്ടൂരങ്ങൾക്കും വഴങ്ങി ജീവിക്കേണ്ടവരാണ് പ്രജകൾ. എൻ്റെ അനുവാദം കൂടാതെ നിങ്ങൾ എങ്ങനെ മറ്റൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന ചോദ്യം ഫറോവ ഉയർത്തിയത് അതുകൊണ്ടാണ്. ആഭിചാരക സംഘം ദൈവവിശ്വാസികളായി മാറിയതുപോലെ ഈജിപ്തിലെ ജനങ്ങളൊക്കെ വിശ്വാസികളായി മാറിയാൽ തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ എന്ന് ഫറോവ മനസ്സിലാക്കിയിരുന്നു. തൻ്റെ കിരാത ഭരണവും ഏകാധിപത്യവും അവസാനിക്കും. ഇസ്രായേൽ വംശം സ്വാതന്ത്ര്യം നേടും. പിന്നീട് ഈജിപ്തിൻ്റെ ഭരണം മൂസയുടെ കയ്യിലായിരിക്കും വരിക. ഇതൊക്കെ കണക്കുകൂട്ടിയ ഫറോവ വിശ്വാസികളായ ആഭിചാരക സംഘത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കൈകാലുകൾ വിപരീത ദിശയിൽ മുറിച്ച് കളയും, കുരിശിൽ തറച്ച് കൊല്ലും എന്നൊക്കെ. അപ്പോൾ ഈ ഭീഷണിക്ക് മുമ്പിൽ അവർ വഴങ്ങുകയും ഈ ദൈവവിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്യുമെന്ന് ഫറോവ പ്രതീക്ഷിച്ചു. പക്ഷേ ദൈവവും മൂസയുമൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കിയ ആ പൊതുവിശ്വാസികൾ ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഒരു നാൾ മരിക്കേണ്ടവരാണ്, അഥവാ ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണ്. അതിനാൽ നീ ഉദ്ദേശിക്കുന്നത് നടപ്പാക്കിക്കോളൂ. ഞങ്ങൾക്കതിൽ യാതൊരു ദുഃഖവുമില്ല, ഒരു പ്രയാസവുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത്രയും നാൾ ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളും കുറ്റങ്ങളുമൊക്കെ ഞങ്ങളുടെ രക്ഷിതാവായ ദൈവം ഞങ്ങൾക്ക് പുറത്തു വരുമെന്ന് നല്ല ഉറപ്പുമുണ്ട്. അവർ ഇത്രയും കൂടി പറയുന്നതായിട്ട് ഈ ത്വാഹ എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ കൺമുന്നിൽ കണ്ട ഈ ദൃഷ്ടാന്തങ്ങളെക്കാളും ഞങ്ങളെ സൃഷ്ടിച്ച ആ സാക്ഷാൽ ദൈവത്തെക്കാളും നിനക്ക് മുൻഗണന നൽകാൻ ഞങ്ങൾക്കാവില്ല. നിനക്ക് വിധിക്കാനുള്ളത് നീ വിധിച്ചോളൂ. ഈ ഭൗതിക ജീവിതത്തിൽ മാത്രമേ നിൻ്റെ വിധി നടക്കുകയുള്ളൂ എന്ന് ഈ പൊതുവിശ്വാസികളായ ആ ജാലവിദ്യക്കാർ ഫറോവയോട് തുറന്നടിക്കുകയാണ്. ശേഷമുള്ള കാര്യങ്ങൾ അടുത്ത സൂക്തങ്ങളിൽ വരുന്നുണ്ട്.